ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC പരീക്ഷയിൽ ഈ അടുത്തിടെ ഏറ്റവും പ്രധാനമായി ചോദിച്ച് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കായിട്ടുള്ള ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപ് ഒരു ചെറിയ ടോപ്പിക്കായിട്ടുള്ള ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ച് നോക്കാം. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് 1938 INC-യുടെ ഹരിപുര സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് റിക്വസ്റ്റ് നൽകിയത് ആരാണ്? മേഘനാഥ് സാഹ. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തത് മേഘനാഥ് സാഹ ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ തലവനായിട്ട് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് M വിശ്വേശ്വരയ്യ ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ ആദ്യത്തെ തലവൻ ആരാണ്? M വിശ്വേശ്വരയ്യ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ വിശ്വേശ്വരയ്യയുടെ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ജവഹർലാൽ നെഹ്റു ആണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. വിശ്വേശ്വരയ്യയ്ക്ക് ശേഷം ജവഹർലാൽ നെഹ്റു ആ സ്ഥാനം ഏറ്റെടുത്തു. ഇതിനു പിന്തുടർച്ച എന്നോണം 1946 ഇടക്കാല ഗവൺമെന്റ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. ഇതിന് പിന്തുടർച്ചയായിട്ടാണ് 1946 ഇടക്കാല ഗവൺമെന്റ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുക ചെയ്തത്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനാണ് KC നിയോഗി. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? KC നിയോഗി. ഈ പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രവർത്തനങ്ങൾ ത്വരിതമായി നടന്നെങ്കിലും പക്ഷേ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും തുടർന്ന് കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത് 1948-49 കാലഘട്ടത്തിലാണ്. 48-49 കാലഘട്ടത്തിലാണ് ഈ പദ്ധതിയുടെ ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇനി നമുക്ക് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് തന്നെ നോക്കാം. ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ യോജന ഭവൻ എന്നാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനത്തെ അറിയപ്പെടുന്നത്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എപ്പോഴും പ്രധാനമന്ത്രി തന്നെയാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപ അധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപ അധ്യക്ഷൻ. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ CD ദേശ്മുഖ്, PT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരാണ്. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് CD ദേശ്മുഖ്, PT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവർ. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ഇന്ത്യ മാതൃക ആക്കിയത്. സോവിയറ്റ് യൂണിയൻ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. ആസൂത്രണ കമ്മീഷൻ അതിന്റെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നത് ലക്ഷ്യമിടുന്നത് പഞ്ചവത്സര പദ്ധതിയിലാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ആ ഒരു ലക്ഷ്യം നേടുക എന്ന ലക്ഷ്യം പഞ്ചവത്സര പദ്ധതിയുടെയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് മാസം 15. 1950 മാർച്ച് 15-നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക ബോഡിയാണ്. അതെന്തൊക്കെയാണ് അല്ലാത്തതായിട്ടുള്ളത്? ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. പക്ഷെ ഇതെന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനത്തിനുള്ള ആസൂത്രണത്തിന്റെ പരമോന്നത ഭാഗമായിരുന്നു ആസൂത്രണ കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്.
പ്ലാനിംഗ് കമ്മീഷന്റെ ലാസ്റ്റ് ചെയർമാനാണ് നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മുണ്ടേക് സിംഗ് അലുവാലിയ ആണ്. മുണ്ടേക് സിംഗ് അലുവാലിയ ആണ് പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് വരുന്നത്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965 ആണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷനെ വിളിക്കുന്നത് എന്തൊക്കെയാണ്? സമാന്തര ക്യാബിനറ്റ് എന്നും ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നും അറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷനെ അപ്പോൾ വിളിക്കുന്ന മറ്റു പേരുകൾ സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നും അറിയപ്പെടുന്നു. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 2001. പഴയ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായിട്ടുള്ള സ്ഥാപനമോ ആയിരുന്നില്ല, ഒരു ഉപദേശക സ്ഥാപനമാണ്. ഇന്ത്യയിൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനത്തിനുള്ള ആസൂത്രണത്തിന്റെ പരമോന്നത ഭാഗമായിരുന്നു ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യയിൽ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനുള്ള ആസൂത്രണത്തിന്റെ പരമോന്നത ഭാഗം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ തന്നെയാണ്. ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ നോക്കാം. ആസൂത്രണ കമ്മീഷന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ രാജ്യത്തിന്റെ ഭൗതിക മൂലധനം, മാനവ വിഭവശേഷി എന്നിവയുടെ വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുക. പ്ലാനിംഗ് കമ്മീഷന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്ന ഏറ്റവും പ്രധാന ഫങ്ഷൻസ് ആണ് രാജ്യത്തിന്റെ ഭൗതിക മൂലധനം, മാനവ വിഭവശേഷി എന്നിവ വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത അന്വേഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ വിഭവങ്ങളുടെ ഏറ്റവും ഫലപ്രദവും സന്തുലിതവുമായിട്ടുള്ള വിനിയോഗത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കുക. രാജ്യത്തെ വിഭവങ്ങളുടെ ഏറ്റവും ഫലപ്രദവും സന്തുലിതവുമായിട്ടുള്ള വിനിയോഗത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് ആയിട്ട്, മേജർ ഫങ്ഷൻ ആയിട്ട് വരുന്നത്. അതേപോലെ മുൻഗണനകൾ നിർണ്ണയിക്കുന്നതിനും ഏതൊക്കെ ഘട്ടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കേണ്ടത് എന്നും നിർവചിക്കുന്നു, മുൻഗണന നിർണ്ണയിക്കുന്നു. അതേപോലെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കേണ്ടത് എന്നും നിർവചിക്കുകയും ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷന്റെ ഫങ്ഷനാണ്. സാമ്പത്തിക വികസനത്തെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളെ സൂചിപ്പിക്കുക. സാമ്പത്തിക വികസനത്തിന്റെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളെ സൂചിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷന്റെ ലക്ഷ്യമാണ്. ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യകരമായിട്ടുള്ള മെഷീനറിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ. ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള മെഷീനറിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ. പ്ലാൻ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ശുപാർശ ചെയ്യുന്നതും. ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള മെഷീനറിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നു. അതേപോലെ പ്ലാൻ നടപ്പാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ശുപാർശ ചെയ്യുന്നതിനും. പ്ലാൻ നടപ്പാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ശുപാർശ ചെയ്യുന്നതും ആസൂത്രണ കമ്മീഷനാണ്. ഒരു വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉപദേശത്തിനായിട്ട് റെഫർ ചെയ്യുക. ഒരു വിഷയം കിട്ടിയാൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനായിട്ട് റെഫർ ചെയ്യുന്നതും ആസൂത്രണ കമ്മീഷനാണ്. അതിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉചിതമായിട്ടുള്ള ശുപാർശകൾ നൽകുന്നതും ആസൂത്രണ കമ്മീഷൻ. അതിന്റെ ചുമതല നിർവഹിക്കുന്നതിന് ഉചിതമായിട്ടുള്ള ശുപാർശ നൽകുന്നതും ആസൂത്രണ കമ്മീഷനാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായിട്ടുള്ള ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ലളിതമായ പ്രമേയത്തിലൂടെ രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ആസൂത്രണ കമ്മീഷൻ. ബിസിനസ് റൂളുകളുടെ അലോക്കേഷൻ മുൻകാല ആസൂത്രണ കമ്മീഷനെ ഇനി പറയുന്ന കാര്യങ്ങളിൽ മുകളിൽ പറഞ്ഞവ കൂടാതെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു.
ബിസിനസ് റൂളുകളുടെ അലോക്കേഷൻ മുൻകാല ആസൂത്രണ കമ്മീഷനെ ഇനി പറയുന്ന കാര്യങ്ങളിൽ, അതായത് മുമ്പേ പറഞ്ഞതിനേക്കാളും നിന്നും കൂടാതെ ചുമതലപ്പെടുത്തിയ എന്തൊക്കെയാണ്? പബ്ലിക് കോഓപ്പറേഷൻ ഇൻ നാഷണൽ ഡെവലപ്മെന്റ്, പബ്ലിക് കോഓപ്പറേഷൻ ഇൻ നാഷണൽ ഡെവലപ്മെന്റ്, സ്പെസിഫിക് പ്രോഗ്രാംസ് ഫോർ ഏരിയ ഡെവലപ്മെന്റ് നോട്ടിഫൈഡ് ഫ്രം ദ ടൈം ടു ടൈം, സ്പെസിഫിക് പ്രോഗ്രാം ഫോർ ഏരിയ ഡെവലപ്മെന്റ് നോട്ടിഫൈഡ് ഫ്രം ടൈം ടു ടൈം, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് മാൻ പവർ റിസർച്ച്, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ആൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു നാഷണൽ റെയിൻഫെഡ് ഏരിയ അതോറിറ്റി NRAA, ആൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു നാഷണൽ റെയിൻഫെഡ് ഏരിയ അതോറിറ്റി, ഇതെല്ലാം വരുന്നുണ്ട്. മുൻപ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററും പഴയ പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലായിരുന്നു. പിന്നീട് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിന് കീഴിലായി. നാഷണൽ ഇൻഫർമേഷൻ സെന്റർ പണ്ട് എവിടായിരുന്നു? പഴയ പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലായിരുന്നു. പക്ഷെ ഇന്നത് വിവര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലായിട്ട് മാറിയിട്ടുണ്ട്. മുൻകാല ആസൂത്രണ കമ്മീഷൻ ഒരു സ്റ്റാഫ് ഏജൻസി മാത്രമായിരുന്നു. അതുപോലെ ഒരു അഡ്വൈസറി ബോഡിയുമായിരുന്നു. പണ്ട് ആസൂത്രണ കമ്മീഷൻ ഒരു സ്റ്റാഫ് ഏജൻസി മാത്രമായിരുന്നു. അതുപോലെ ഒരു അഡ്വൈസറി ബോഡിയുമായിരുന്നു. മുൻകാല ആസൂത്രണ കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തം ഇല്ലായിരുന്നു. മുൻകാല ആസൂത്രണ കമ്മീഷന് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഉത്തരവാദിത്തം ഒന്നും ഇല്ലായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും അധികാരം ഉണ്ടായിരുന്നില്ല. ഈ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും അധികാരം ഉണ്ടായിരുന്നില്ല. ഈ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരായിരുന്നു ചെയ്യുന്നത്. മുൻകാല ആസൂത്രണ കമ്മീഷന്റെ ഘടന നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വന്നത്. കമ്മീഷന്റെ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരുന്നു. കമ്മീഷനിൽ ഒരു ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി ചെയർമാൻ കമ്മീഷന്റെ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് ഹെഡ് ആയിരുന്നു. അതായത് മുഴുവൻ സമയ പ്രവർത്തന തലവനായിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ. മുഴുവൻ സമയ പ്രവർത്തനത്തിന് തലവനായിട്ട് വന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ്, ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് ഹെഡ്. പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപീകരിക്കുന്നതിനും അത് കേന്ദ്ര ക്യാബിനറ്റിൽ സമർപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപീകരിക്കുന്നതിനും അത് കേന്ദ്ര ക്യാബിനറ്റിൽ സമർപ്പിക്കുന്നതിനും ഉത്തരവാദിത്തം ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നു. ക്യാബിനറ്റ് മന്ത്രി പദവിക്ക് സമാനമായിട്ടുള്ള പദവിയാണ് കേന്ദ്ര ക്യാബിനറ്റിൽ ഈ നിശ്ചയിക്കപ്പെട്ട അദ്ദേഹം. മന്ത്രിസഭയിൽ അംഗമായിരുന്നില്ലെങ്കിലും മന്ത്രിസഭയുടെ എല്ലാ യോഗങ്ങളിലും വോട്ടവകാശം അല്ലാതെ ഉള്ള എല്ലാത്തിലും പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മന്ത്രിസഭയിൽ അപ്പോൾ ഇദ്ദേഹം അംഗമല്ല, പക്ഷേ എല്ലാ യോഗത്തിലും പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. വോട്ടവകാശം ഒഴിച്ചു ബാക്കി എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. ചില കേന്ദ്രമന്ത്രിമാരെ കമ്മീഷനിലെ പാർട്ട് ടൈം അംഗങ്ങളായിട്ട് നിയമിച്ചു. ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരുന്നു. ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരുന്നു. കമ്മീഷനിൽ 4 മുതൽ 7 വരെ മുഴുവൻ സമയ വിദഗ്ധരായിട്ടുള്ള അംഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് സംസ്ഥാന മന്ത്രി പദവിക്ക് സമാനമായിട്ടുള്ള റാങ്ക് നൽകിയിരുന്നു. കമ്മീഷനിൽ 4 മുതൽ 7 വരെ അംഗങ്ങളുണ്ടായിരുന്നു. മുഴുവൻ സമയ വിദഗ്ധ അംഗങ്ങളായിരുന്നു അവർക്ക് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് മന്ത്രി പദവിക്ക് സമാനമായിട്ടുള്ള റാങ്കും ഉണ്ടായിരുന്നു. സംസ്ഥാന മന്ത്രി പദവിക്ക് തുല്യ റാങ്കായിട്ടുള്ള 4 മുതൽ 7 വരെ മുഴുവൻ സമയ വിദഗ്ധ അംഗങ്ങൾ കമ്മീഷനിൽ ഉണ്ടായിരുന്നു. IAS പദവിയിലെ മുതിർന്ന അംഗത്തെ കമ്മീഷനിൽ ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരുന്നു. IAS പദവിയിലെ മുതിർന്ന അംഗത്തെയാണ് കമ്മീഷനിൽ ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലും കമ്മീഷനിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും കമ്മീഷനിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. പഴയ ആസൂത്രണ കമ്മീഷൻ പൂർണ്ണമായും കേന്ദ്രം രൂപീകരിച്ച സ്ഥാപനമായിരുന്നു. പഴയ ആസൂത്രണ കമ്മീഷൻ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന്റെ ഒരു സ്ഥാപനം തന്നെയായിരുന്നു. വിമർശനാത്മക വിലയിരുത്തലുകൾ നോക്കാം.
മുൻകാല ആസൂത്രണ കമ്മീഷൻ ആദ്യം ഉപദേശക ചുമതലയുള്ള ഒരു സ്റ്റാഫ് ഏജൻസി ആയിട്ടാണ് സ്ഥാപിതമായത്. മുൻകാല ആസൂത്രണ കമ്മീഷൻ ആദ്യം ഒരു ഉപദേശക ചുമതലയുള്ള ഒരു സ്റ്റാഫ് ഏജൻസി ആയിട്ടാണ് സ്ഥാപിതമായത്. എന്നാൽ കാലക്രമേണ അത് ശക്തവും നിർദ്ദേശാധിഷ്ഠിതവുമായിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് ഉയർന്നു വന്നു. അതിലൂടെ കമ്മീഷന്റെ ശുപാർശകൾ യൂണിയനും സംസ്ഥാനങ്ങളും പരിഗണിക്കുന്നു. എന്നാൽ കാലക്രമേണ ഇത് ശക്തവും നിർദ്ദേശാധിഷ്ഠിതവുമായിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് ഉയർന്നു വന്നു. അതിലൂടെ കമ്മീഷന്റെ ശുപാർശകൾ യൂണിയനും സംസ്ഥാനങ്ങളും പരിഗണിക്കുന്നു. സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ് എന്നിങ്ങനെ ആസൂത്രണ കമ്മീഷന് വിശേഷണം ഉണ്ടായിരുന്നു. നേരത്തെ നോക്കിയതൊക്കെയാണ് സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ് എന്നെല്ലാം വിളിച്ചതും നമ്മുടെ ആസൂത്രണ കമ്മീഷനെ ആയിരുന്നു. സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ് എന്നെല്ലാം വിളിച്ചത് എന്തിനെ? ആസൂത്രണ കമ്മീഷൻ. The followed observations were made on the domineering role played by the erstwhile Planning Commission. Administrative Reform Commission, ARC of India. ARC. The ARC observed under the Constitution the ministers, whether in the center or the state, are in effect the ultimate execution authorities. Unfortunately, the Planning Commission has in some measures earned the reputation of being a parallel cabinet and sometimes a super cabinet. Administrative Reform Commission പറഞ്ഞ വാചകമാണ് പറഞ്ഞത്. The ARC observed under the Constitution the ministers, whether in the center or the state, are in effect the ultimate executive authorities. Unfortunately, the Planning Commission has in some measures earned by the reputation of being a parallel cabinet and sometimes a super cabinet. സന്താനം പറഞ്ഞ എന്താണെന്ന് നോക്കുമ്പോൾ, ആസൂത്രണം ഫെഡറേഷനെ മറികടന്നു. നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ഒരു ഏകീകൃത സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. സന്താനം പറഞ്ഞതാണ് ആസൂത്രണം ഫെഡറേഷനെ മറികടന്നു. നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ഒരു ഏകീകൃത സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PV രാജമന്നാർ. നാലാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? PV രാജമന്നാറാണ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നോക്കുമ്പോൾ, ഫെഡറൽ സാമ്പത്തിക കൈമാറ്റത്തിൽ മുൻ ആസൂത്രണ കമ്മീഷനും ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഉത്തരവാദിത്തങ്ങളിലൂടെയും ഓവർലാപ്പിംഗ് എടുത്തു കാണിച്ചു. നാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള PV രാജമന്നാർ പറഞ്ഞത്, ഫെഡറൽ സാമ്പത്തിക കൈമാറ്റത്തിൽ മുൻ ആസൂത്രണ കമ്മീഷനും ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓവർലാപ്പിംഗ് എടുത്തു കാണിച്ചു എന്ന്. അടുത്തതായിട്ട് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നോക്കാം. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയാണ്. കേന്ദ്രമായപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഫസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള EMS ആണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ EMS. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് MK ഹമീദ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദ് ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ച് നോക്കാം. NDC, ദേശീയ വികസന സമിതി, NDC എന്നറിയപ്പെടുന്ന NDC രൂപീകരിക്കപ്പെട്ടത് 1952 ഓഗസ്റ്റ് മാസം 6 NDC രൂപീകരിക്കപ്പെട്ടത് 1952 ഓഗസ്റ്റ് 6. NDC ഒരു ഉപദേശക സമിതിയാണ്. NDC ഒരു ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ്. NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവൻ. ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. NDCയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. NDCയുടെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. NDCയുടെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. NDCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 നവംബർ 8 9 കൂടെയാണ്. NDCയുടെ ആദ്യത്തെ സമ്മേളനം 1952 നവംബർ 8 9 തീയതി.
1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിന്റെ അതോറിറ്റി ആയിട്ട് വരുന്നത്. 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിന്റെ അതോറിറ്റി. NDC അതിന്റെ സുവർണ ജൂബിലി 50ാമത് വാർഷികം ആഘോഷിച്ചത് 2002 ഡിസംബർ 21. NDC അതിന്റെ സുവർണ ജൂബിലി 5ാമത് ജൂബിലി 50th ജൂബിലിയാണ് സുവർണ ജൂബിലി എന്ന് വിളിക്കുന്ന ജൂബിലി. അപ്പോൾ NDCയുടെ സുവർണ ജൂബിലി 2002 ഡിസംബർ 21. 12ാം പദ്ധതിക്ക് 2012 മുതൽ 17 വരെ അംഗീകാരം നൽകുന്നതിനായിട്ട് 2012 ഡിസംബർ 27 NDCയുടെ അവസാനത്തെ യോഗം 57ാമത്തെ യോഗം ചേർന്നത് എന്നാണ് 2012 ഡിസംബർ 27. അതിന്റെ 12ാം പദ്ധതിയായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിക്ക് 57ാമത്തെ യോഗമായിരുന്നു 2012 ഡിസംബർ 27 അവർ യോഗം ചേർന്നത്. 1ാം പഞ്ചവത്സര പദ്ധതിയിലെ കരട് രൂപരേഖ ശുപാർശ പ്രകാരം 1952 ഓഗസ്റ്റിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെ ദേശീയ വികസന കൗൺസിൽ NDC സ്ഥാപിതമായി. 1ാം പഞ്ചവത്സര പദ്ധതിയിലെ കരട് രൂപരേഖ ശുപാർശ പ്രകാരം 1952 ഓഗസ്റ്റിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെ ദേശീയ വികസന കൗൺസിൽ സ്ഥാപിതമായി. 1ാം പഞ്ചവത്സര പദ്ധതിയിലെ കരട് രൂപരേഖ ശുപാർശ പ്രകാരം 1952 ഓഗസ്റ്റിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെയാണ് ദേശീയ വികസന കൗൺസിൽ സ്ഥാപിതമായത്. ആസൂത്രണ കമ്മീഷനെ പോലെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. ആസൂത്രണ കമ്മീഷനെ പോലെ തന്നെ NDCയും ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. NDCയിലെ അംഗങ്ങളെ നോക്കാം. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗങ്ങളായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ചെയർമാൻ അല്ലെങ്കിൽ ഹെഡായിട്ട് വരുന്നത് PM ആണ്. ആൾ ദ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. യൂണിയനിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ എല്ലാവരും വരുന്നുണ്ട്. സിൻസ് 1967 1967 മുതലാണ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയത്. ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ആൾ ദ സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്നുണ്ട്. ദ ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ആൾ യൂണിയൻ ടെറിട്ടറി. കേന്ദ്രഭരണ പ്രദേശത്തിലെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററും ഇതിൽ വരുന്നുണ്ട്. മെമ്പേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, നൗ നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇന്നത് നീതി ആയോഗാണ് അറിയപ്പെടുന്നത്. ആസൂത്രണ കമ്മീഷന്റെ സെക്രട്ടറി ഇപ്പോൾ നീതി ആയോഗാണ്. NDCയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ആസൂത്രണ കമ്മീഷൻ സെക്രട്ടറി ആരാണ്? അദ്ദേഹം തന്നെയാണ് ഇന്നിപ്പോൾ നീതി ആയോഗിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. NDC ആസൂത്രണ കമ്മീഷന്റെ ഇപ്പോൾ നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായിട്ടുള്ള മറ്റ് സഹായങ്ങൾ നൽകുന്നു. NDC ആസൂത്രണ കമ്മീഷന്റെ, അതായത് ഇപ്പോഴുള്ള നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായിട്ടുള്ള അതേപോലെ മറ്റെല്ലാ സഹായങ്ങളും നൽകുന്നു. ഇനി അതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. താഴെ പറയുന്ന ലക്ഷ്യങ്ങളോടെയാണ് NDC സ്ഥാപിതമായത്. പദ്ധതിയിൽ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക. പദ്ധതിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുകയാണ് NDCയുടെ പ്രധാന ലക്ഷ്യം. പ്ലാനിങ്ങിന്റെ പിന്തുണയോടെ രാജ്യത്തിന്റെ പരിശ്രമങ്ങളും റിസോഴ്സുകളും ശക്തിപ്പെടുത്തുകയും സമാഹരിക്കുകയും ചെയ്യുക. പ്ലാനിങ്ങിന്റെ പിന്തുണയോടെ രാജ്യത്തെ പരിശ്രമങ്ങളും റിസോഴ്സുകളും ശക്തിപ്പെടുത്തുകയും സമാഹരിക്കുകയും ചെയ്യുക. എല്ലാ സുപ്രധാന മേഖലയിലും പൊതുവായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ സുപ്രധാന മേഖലയിലും പൊതുവായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും സന്തുലിതവും വേഗത്തിലുള്ളതുമായിട്ടുള്ള വികസനം ഉറപ്പാക്കുക. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും സന്തുലിതവും വേഗത്തിലുള്ളതായിട്ടുള്ള വികസനം ഉറപ്പാക്കുകയും NDCയുടെ ലക്ഷ്യമാണ്. മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് NDC താഴെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? ദേശീയ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള ഗൈഡ് ലൈൻ നിർദ്ദേശിക്കുക. ദേശീയ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് നിർദ്ദേശിക്കുക. ആസൂത്രണ കമ്മീഷൻ
ഇപ്പോൾ അത് നീതി ആയോഗാണ്. അതിന് നാഷണൽ പ്ലാൻ പരിഗണിക്കുക. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളുടെ ഒരു വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളുടെ ഒരു വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയും നിർദ്ദേശങ്ങളും ചെയ്യുക. ദേശീയ വികസനത്തെ ബാധിക്കുന്ന സാമൂഹിക സാമ്പത്തിക നയങ്ങളിലെ സുപ്രധാന ചോദ്യങ്ങൾ പരിഗണിക്കുക. ദേശീയ വികസനത്തെ ബാധിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നയങ്ങളിലെ സുപ്രധാന ചോദ്യങ്ങൾ പരിഗണിക്കുക. ദേശീയ പദ്ധതിയുടെ പ്രവർത്തനം കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുക. ദേശീയ പദ്ധതിയുടെ പ്രവർത്തനം കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുന്നതും ഇതിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ദേശീയ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന എയിംസ് ആൻഡ് ടാർഗറ്റ്സ് കൈവരിക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുക. ദേശീയ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന എയിംസ് ആൻഡ് ടാർഗറ്റ് കൈവരിക്കുന്നതിനുള്ള നടപടി ശുപാർശ ചെയ്യുക. ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ കരട് ആദ്യം കേന്ദ്ര മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുന്നു. ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം കേന്ദ്ര മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുന്നു. അതിൻ്റെ അംഗീകാരത്തിന് ശേഷം അത് NDCയുടെ സ്വീകാര്യത്തിനായിട്ട് വയ്ക്കുന്നു. ഇതിൻ്റെ അംഗീകാരത്തിന് ശേഷമാണ് NDCയുടെ സ്വീകാര്യതയ്ക്കായിട്ട് വയ്ക്കുന്നത്. തുടർന്ന് പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിക്കും. അതിൻ്റെ അംഗീകാരത്തോടുകൂടി ഇത് ഔദ്യോഗിക പദ്ധതിയാകുകയും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അതിൻ്റെ അംഗീകാരത്തോടുകൂടി ഇത് ഔദ്യോഗിക പദ്ധതിയാകുന്നു. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമായിട്ടുള്ള പാർലമെന്റിന് താഴെയുള്ള ഏറ്റവും ഉയർന്ന സ്ഥാപനം ഏതാണ്? NDC. ജസ്റ്റ് ഒന്നുകൂടെ വാക്കാം. അതിനാൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം ആസൂത്രണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്തമായിട്ടുള്ള പാർലമെന്റിന് താഴെയുള്ള ഏറ്റവും ഉയർന്ന സ്ഥാപനം NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. എന്നാലും അത് ആസൂത്രണ കമ്മീഷന്റെ ഒരു ഉപദേശക സമിതിയായിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇതൊരു ആസൂത്രണ കമ്മീഷന്റെ ഒരു ഉപദേശക സമിതിയാണ്. NDCയുടെ ശുപാർശകൾ നിർബന്ധ സ്വഭാവം ഉള്ളവ അല്ല. NDCയുടെ ശുപാർശകൾക്ക് നിർബന്ധ സ്വഭാവമൊന്നുമില്ല. NDCയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശകൾ നൽകുകയും എല്ലാ വർഷവും 2 തവണയെങ്കിലും യോഗം ചേരുകയും വേണം. NDC കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശകൾ നൽകുകയും എല്ലാ വർഷവും 2 തവണയെങ്കിലും അവർ യോഗം ചേരുകയും വേണം. കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്ലാനിംഗ് കമ്മീഷൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ആൻഡ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുകയും എന്നതാണ് NDCയുടെ പ്രധാനവുമായിട്ടുള്ള പ്രവർത്തനം. പ്രത്യേകിച്ച് ആസൂത്രണ മേഖലയിൽ പദ്ധതിയുടെ നയങ്ങളുടെയും പരിപാടികളുടെയും ഏകോപനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്ലാനിംഗ് കമ്മീഷൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ആൻഡ് ലിങ്ക് ആണിത്. ഇതാണ് NDCയുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം. പ്രത്യേകിച്ച് ഒരു ആസൂത്രണ മേഖലയിൽ പദ്ധതിയുടെ നയങ്ങളുടെ പരിപാടിയുടെ ഏകോപനം കൊണ്ടുവരാൻ NDC സഹായിക്കുന്നു. ഇക്കാര്യത്തിൽ NDCക്ക് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ചർച്ചകൾക്കുള്ള ഒരു വേദിയായിട്ടും ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അവർക്കിടയിൽ ഉത്തരവാദിത്തം പങ്കിടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടും NDC പ്രവർത്തിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ NDC വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ചർച്ചയ്ക്കുള്ള ഒരു വേദിയായിട്ടും ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അവർക്കിടയിൽ ഉത്തരവാദിത്തം പങ്കിടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടും NDC പ്രവർത്തിക്കുന്നു. NDCയുടെ പ്രവർത്തനത്തെക്കുറിച്ച് തികച്ചും വിപരീതമായിട്ടുള്ള 2 വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ NDCക്ക് പ്രവർത്തനത്തിന് എതിരായിട്ട് പറയുന്ന ആശയങ്ങൾ നോക്കിയാൽ, ഒരു വശത്ത് വിശാലവും ശക്തവുമായിട്ടുള്ള ഘടന കാരണം ഇതിനെ ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഒരു വശത്ത് വിശാലവും ശക്തമായിട്ടുള്ള ഘടന കാരണം ഇതിനെ ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. NDCയുടെ ശുപാർശകൾ ഉപദേശം മാത്രമല്ല അവ നിർബന്ധമല്ല. ദേശീയ ഉത്തരവാദിത്തത്തിനെ പിന്തുണയ്ക്കുന്നതിനാൽ അവ അവഗണിക്കാനും ആവില്ല. NDCയുടെ ശുപാർശ ഉപദേശം മാത്രമാണ്, പക്ഷേ അവ നിർബന്ധമല്ല. ദേശീയ ഉത്തരവാദിത്തത്തിന്റെ പിന്തുണയ്ക്കുള്ളതിനാൽ
അവ അവഗണിക്കാനാവത്തുമില്ല. മറുവശത്ത് കേന്ദ്ര സർക്കാർ ഇതിനകം എടുത്ത നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ വെറും റബ്ബർ സ്റ്റാമ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ മറ്റേ സൈഡിൽ ഇതിനെ വിളിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിനകം എടുത്ത നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് NDC എന്നും നമ്മൾ വിളിച്ചു കേൾക്കുന്നുണ്ട്. ദീർഘകാലമായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നതിനാൽ ഇതിന്റെ പ്രധാന കാരണമായിട്ട് അക്കാലത്ത് വിലയിരുത്തിയിരുന്നു. ദീർഘകാലമായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നതിനാൽ ഇതിനൊരു പ്രധാന കാരണമായിട്ട് അക്കാലത്ത് വിലയിരുത്തിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ പ്രാദേശിക പാർട്ടിയുടെ ആവിർഭാവം കാരണം NDC അതിന്റെ ഫെഡറൽ സ്വഭാവം ക്രമാനുഗതമായിട്ട് നേടിയെടുക്കുകയും ദേശീയ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടിയുടെ ആവിർഭാവം കാരണം NDC അതിന്റെ ഫെഡറൽ സ്വഭാവം ക്രമാനുഗതമായിട്ട് നേടിയെടുക്കുകയും ദേശീയ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. NCERT ഫാക്ട് അബൌട്ട് പ്ലാനിംഗ്. പ്ലാനിങ്ങിനെ കുറിച്ച് NCERT ടെക്സ്റ്റിൽ നിന്നും കിട്ടുന്ന പോയിന്റുകൾ നോക്കാം. ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് എന്നാൽ എന്താണ്? സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിന് സ്വീകരിച്ച വികസന തന്ത്രം സാമ്പത്തിക ആസൂത്രണം എന്ന് അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിന് സ്വീകരിച്ച വികസന തന്ത്രം സാമ്പത്തിക ആസൂത്രണം എന്നറിയപ്പെടുന്നു. ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയുണ്ടായി. അവയിൽ പ്രധാനമായവ താഴെ സൂചിപ്പിക്കുന്നു. ദേശീയവും അന്തർദേശീയമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയുണ്ടായി. അതിൽ ചിലത് ഏതൊക്കെയാണ്? 1930 അന്തർദേശീയ രംഗത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ അനുഭവങ്ങൾ. 1930 അന്തർദേശീയ രംഗത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ അനുഭവങ്ങൾ. ആസൂത്രണത്തിലൂടെ സോവിയറ്റ് യൂണിയൻ കൈവരിച്ച സാമ്പത്തിക വളർച്ച. 1944 ബോംബെയിലെ വൻ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി. 1944 ബോംബെയിലെ വൻ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതിയും വരുന്നുണ്ട്. 1930 അന്തർദേശീയ രംഗത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ അനുഭവങ്ങൾ. ആസൂത്രണത്തിലൂടെ സോവിയറ്റ് യൂണിയൻ കൈവരിച്ച സാമ്പത്തിക വളർച്ച. 1944 ബോംബെയിൽ വൻ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി എല്ലാമാണ് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്നത് ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള വ്യവസ്ഥ ഘടകങ്ങളുടെ സ്വാധീന ഫലമായിട്ട് സർക്കാർ പഞ്ചവത്സര പദ്ധതികൾ രൂപം നൽകുവാൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള വ്യവസ്ഥ ഘടകങ്ങളുടെ സ്വാധീന ഫലമായിട്ട് സർക്കാർ പഞ്ചവത്സര പദ്ധതി രൂപം നൽകുവാൻ തീരുമാനിച്ചു. നിശ്ചിതമായ ചില വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായിട്ട് സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെ ആസൂത്രണം എന്ന് വിശേഷിപ്പിക്കാം. നിശ്ചിതമായിട്ടുള്ള ചില വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കി സമയബന്ധിതമായിട്ട് നടപ്പാക്കുന്നതിനെ ആസൂത്രണം എന്ന് വിശേഷിപ്പിക്കുന്നു. ആസൂത്രണ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല ആർക്കായിരിക്കണം? പദ്ധതിയുടെ നടത്തിപ്പ് എപ്രകാരമായിരിക്കണം? തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിലേക്ക് നയിച്ചു. ആസൂത്രണ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല ആർക്കായിരിക്കണം? പദ്ധതികളുടെ നടത്തിപ്പ് എപ്രകാരമായിരിക്കണം? തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിലേക്ക് നയിച്ചു. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ തീരുമാനിക്കുന്നതിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത്. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ തീരുമാനത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. 1950 മാർച്ച് 15 പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ. ഉപദേശക സ്വഭാവമാണ് കമ്മീഷനുള്ളത്. ഇപ്പൊ എല്ലാം പറഞ്ഞതാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഉപദേശക സ്വഭാവമാണ് ആസൂത്രണ കമ്മീഷന്. പദ്ധതിയുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുന്നത് കമ്മീഷന്റെ ചുമതലയിൽപ്പെട്ട പ്രധാന ചുമതലയാണ്. പദ്ധതിയുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുകയാണ് കമ്മീഷന്റെ ചുമതല.
2014 ഓഗസ്റ്റ് 13 65 വർഷം തികയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. 2014 ഓഗസ്റ്റ് 13 65 വർഷമായപ്പോഴേക്കും നരേന്ദ്രമോദി സർക്കാരാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ ആസൂത്രണ കമ്മീഷൻ എന്ന ഈ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ ഏകദേശം ഒരുവിധം നമ്മൾ നല്ലോണം കവർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന PSC റിലേറ്റഡ് ടോപ്പിക്കൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.